ഹലോ, ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടേ. ഇതിപ്പോൾ അനുവിൻ്റെ അതിൻ്റെ വെക്കേഷൻ സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി, അതുകൊണ്ട് ലോങ് വീഡിയോ ഇടൽ കുറച്ച് കുറവായി ഉണ്ടായതേ. അന്നേരം കുറച്ച് നാൾ മുന്നേ എടുത്ത വീഡിയോ ആണേ. അനു ആദ്യം ടാബ് നോക്കിയിട്ടിരിക്കുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നല്ല മടിയുണ്ടായിനി. അടുത്തേക്ക് പോകുന്നു വെച്ച് നമുക്ക് പിന്നെ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇറങ്ങാൻ മടി ഉണ്ടാകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നീ ടാബ് കയ്യിൽ പിടിച്ചോ, അതാകുമ്പോൾ അവർ നല്ല ഇൻട്രസ്റ്റ് ആണ്, എവിടെയാന്ന് കൂടെ വന്നോളൂ. അങ്ങനെ ടാബ് അവരെ ബാക്ക് പാക്കും ടാബൊക്കെ എടുത്തിട്ടാണ് വന്നത് കേട്ടോ. കുറച്ച് സമയം വണ്ടിയിൽ ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ മോഷൻ സിക്നസ് ആണെങ്കിൽ വരുമല്ലോ, വൊമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അന്നേരം പിന്നെ കുറച്ച് സമയം നോക്കിയിട്ട് പിന്നെ അവർ അടച്ചു വെക്കുവേ. ഇപ്പം പോകുന്നത് എവിടാ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് തന്നെ ഒരു പ്ലാനിങ്ങും ഇല്ല, ഇങ്ങനെ ഇറങ്ങിയതാണ്. അവസാനം എത്തിയത് അജ്മാനിലെ ഫെസ്റ്റിവൽ ലാൻഡിൽ. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാണ്. അന്നേരം അനുവാദ്യം പറഞ്ഞു, കുറേ ആയി പോയിട്ട് കുറച്ച് എനിക്കൊന്നൊരു 1-2 വർഷമായി അടുത്തേക്ക് വന്നിട്ട്. 2 വർഷമായോ എന്തോ, എന്തായാലും 1 വർഷം എന്തായാലും ആയിട്ടുണ്ടാവും. അന്നേരം അനുവാദ്യം പോകുന്ന വഴിക്ക് പറഞ്ഞു നമുക്കത് അവിടെ പോകാമെന്ന് പറഞ്ഞു. അന്നേരം പിന്നെ അവിടെ ഫ്ലവർ ഷോ അതെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ളൊരു കേട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലെല്ലാം. അന്നേരം പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് അവിടത്തേക്ക് ഇറങ്ങി. 5 റംസാണേ അതിൻ്റെ അകത്തേക്കുള്ള എൻട്രി ഫീ വരുന്നത്. അനുവാദിക്കും നല്ലോണം തണുക്കുന്നുണ്ട്, കാരണം ഒരു മഴക്കാറെല്ലാം ഉണ്ട് കേട്ടോ. ഒരു എന്തെന്ന് പറയില്ല, അത്രയും നല്ല കാറ്റാണ്. കാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആടി ഒലക്കുന്ന ഒരു ടൈപ്പ് കാറ്റില്ലേ, അങ്ങനത്തെ കാറ്റ്. അതുപോലെ തന്നെ തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ടായിന്. അന്നേരം അനുവിനെ അതിങ്ങനെ കിടുകിടോ വറക്കുന്നുണ്ട്. എനക്കും നല്ല തണുപ്പുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്ലവർ ഷോവും എന്നാന്ന് നമുക്ക് നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവർ ഈ തണുപ്പ് കഴിഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു വന്നാൽ. പിന്നെ ഞാൻ വണ്ടിയിലിരുന്ന് സ്വെറ്ററെല്ലാം ഓൾറെഡി എടുത്തിട്ടുണ്ട്. നമ്മൾ എവിടെ പോകുന്നതെന്നൊന്നും ചിന്തിക്കുന്നില്ലല്ലോ, ഡെസേർട്ടെല്ലാം പോകണമെങ്കിൽ ആവശ്യം വന്നല്ലോ പറഞ്ഞിട്ട്. ഇപ്പോൾ വിൻ്റർ ആയി കഴിഞ്ഞാൽ അധികം നമ്മൾ അത് വണ്ടിയിൽ വെക്കും കേട്ടോ, കാരണം എവിടെയെങ്കിലും പോകുമ്പോൾ ആവശ്യമാണെന്നല്ലോ പറഞ്ഞിട്ട്. എന്നിട്ട് ചേട്ടൻ പറഞ്ഞു ഞാനത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ മെല്ലെ വണ്ടീൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായി. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഉണ്ട്, ഇപ്പോൾ പോകൂട്ടാ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കേണ്ട പോയിട്ടില്ലല്ലോ എന്ന്. ഓക്കെ. എന്നിട്ട് ഇതിങ്ങനെ ഫ്ലവേഴ്സ് ഇങ്ങനെ കുത്തി കുത്തി വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം രാത്രിയും നല്ല ഭംഗിയുണ്ട്. എനിക്ക് രാത്രിത്തേനെയും കാട്ടിയും കൂടുതൽ കാഴ്ചകളിലും കാണാൻ രാവിലെയാണ് ഇഷ്ടം. പുറത്ത് ലൈറ്റ് കൊണ്ട് വേറൊരു ഭംഗിയായിരിക്കും, ഇങ്ങനെ ഡേ ലൈറ്റിൽ കാണുമ്പോൾ വേറൊരു ഭംഗിയായിരിക്കും. അനുവാദയിലെ കയ്യെല്ലാം ഇങ്ങനെ ചുറ്റി പിടിക്കുന്നുണ്ട് തണുത്തിട്ട്. അവസാനം അതിൻ്റെ ഇടയിൽ ആ ചേട്ടൻ സ്വെറ്ററിൽ എടുത്തിട്ട് വന്നുവേ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഷോ എല്ലാം നടക്കുന്നുണ്ടായി ആടാ. ഒരു ടൈം വെച്ചിട്ട് അവിടെ കുറച്ച് എന്തെന്ന് പറയല് മ്യൂസിക്കെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ കുറേ കാർട്ടൂൺ ക്യാരക്ടറെല്ലാം വന്നിട്ട് ഉണ്ടായിന്. നല്ല ഭംഗി ഉണ്ടായിന് കേട്ടോ. അത് കുറച്ച് സമയം ഇങ്ങനെ പാട്ടെല്ലാം പാടിയിട്ട് കുറച്ച് സമയത്തേക്ക് അവിടുന്ന് എൻട്രൻസ് വരെ പോവും, വീണ്ടും തിരിച്ചു വരും, അത്രയും ഉണ്ടായിട്ടുവേ. പക്ഷെ അത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇട്ടേക്കാണ് വന്നത്. ഇതൊരു ഫ്ലവർ ഷോൻ്റെ ഒരു സെറ്റപ്പിലാണ് കേട്ടോ അവർ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. കാണാൻ ഭംഗിയുണ്ട്. മിറാക്കിൾ ഗാർഡനെല്ലാം പോയവർ അതിൻ്റെ ഒരു 1% പോലും ഇല്ല, എന്നാലും രസമുണ്ട് കേട്ടോ. ഇല്ലത് കൊണ്ട് ഓണം പോലെ പറഞ്ഞാണൊക്കെ നന്നായിട്ട് മനോഹരാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കണ്ട ഒരു കുതിരേനെ കണ്ട നല്ല ഭംഗിയില്ല, പല്ലെല്ലാം പല്ല് കാണിച്ച് ചിരിക്കുന്ന കുതിര, ഫ്ലമിംഗോവും പിന്നെ കുറേ ഇങ്ങനെ പൂച്ചട്ടിയെല്ലാം ഹാങ്ങെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ഇരിക്കാനും നമുക്കെന്ന് പറയൽ അവിടെ ഇങ്ങനെ ഷോപ്പെല്ലാം ഉണ്ട്. പക്ഷേ ആ സമയത്ത് എനിക്കൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായിട്ടില്ല, കാരണം ബാഡ് വെതറാണ്. നല്ല ക്ലൈമറ്റ്, വളരെ മോശം ക്ലൈമറ്റാണ് ഉണ്ടായിനെ. പിന്നെ എല്ലാം അതുകൊണ്ട് അങ്ങനെ എല്ലാം ഫുള്ളി ഓപ്പൺ എന്ന് പറയാനാവില്ല. പിന്നെ ഇരിക്കാനുള്ള സെറ്റപ്പെല്ലാം ഉണ്ട്. ചേട്ടൻ പിന്നെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പൊട്ടി വീഴുമോ എന്നിട്ട് ചേട്ടൻ അത് നോക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്തിട്ടില്ല. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചു. അവിടെ കുറേ ആനയും ആനക്കുട്ടിയും ഇത് പറഞ്ഞ കണക്കെ ഹോഴ്സും എല്ലാം ഉണ്ട് കേട്ടോ. അന്നേരം അനുവാദി ടാബ് എടുത്തിട്ട് വീഡിയോയിൽ എടുക്കുന്നുണ്ട്, ഫോട്ടോയിൽ എടുക്കുന്നുണ്ട്. ഇതൊന്നും ഫോട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ ഇടയിൽ കാറ്റിന് ചെരിഞ്ഞ് വീണ സാധനമാണ് അവിടെ കാണുന്നില്ലേ. കാരണം അങ്ങനെ കാറ്റിന് മീൻസ് നല്ല തണുപ്പ്, നല്ല കാറ്റുണ്ടായിനി. അതെങ്ങനെ പറയേണ്ടതെന്ന് അറിയുന്നില്ല എനിക്ക്.
കാരണം ഈയിടെയായിട്ട് ഇതുവരെ അങ്ങനെ ഒരു കാറ്റ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിട്ടില്ല. പിന്നെ ചേട്ടൻ എൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ചേട്ടനോട് മാക്സിമം വീഡിയോ എടുത്തു നമുക്ക് കുറച്ച് വീഡിയോസ് കിട്ടുമല്ലോ. അന്നേരം ചേട്ടൻ്റെ ഫോണിൽ നിന്ന് എടുക്കുന്നത്, ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് എടുക്കുന്നത്, അങ്ങനെയൊക്കെ. അന്നേരം നല്ല രസമുണ്ട് ഫോട്ടോ. ഞാൻ ഏത് സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്നതാണ്ടായി കേട്ടാ. കുറേ ഫോട്ടോ എടുക്കാനല്ലോ ഓക്കെ. പക്ഷേ ആദ്യം അങ്ങനത്തെ ടീം അല്ലാത്തത് കൊണ്ട് എനിക്ക് അധികം ഫോട്ടോസൊന്നും കിട്ടിയില്ലേ. ഞാനും അതിൻ്റെ ഇടയിൽ ജാക്കറ്റ് ഇട്ടിനി കണ്ടാ. എൻ്റെ ജാക്കറ്റ് കാണുമ്പം എനിക്ക് ആ ജാക്കറ്റ് ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നാണക്കെടാണ്. നാണക്കെട് പറഞ്ഞാൽ അത് കുറച്ച് ഒരു 2 വർഷം മുന്നേ ലുലുന്ന് വാങ്ങിച്ചതാണേ. ഇതിങ്ങനെ വലിയ യൂറോപ്പിലെല്ലാം അത്രയും നല്ല തണുപ്പ് മഞ്ഞളും എടുത്ത് ഇടേണ്ട ടൈപ്പ് ഒരു ജാക്കറ്റാണ്. ലുലുവിൽ കണ്ട സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷേ അത് സാധാരണ ലോക്കലായിട്ടുള്ള യൂസിന്, അതായത് ഇപ്പം അനുവിനെ അതിൻ്റെ സ്കൂളിൽ കൊണ്ടുവിടാനോ അങ്ങനെയൊന്നും പോകുമ്പോൾ എനിക്കത് ഇടാൻ വേണ്ടിയിട്ട് നടക്കണമാണ്. കാരണം നല്ല വെയിറ്റുള്ള സാധനമാണ്. എന്നിട്ട് അത്രക്കൊന്നും തണുപ്പേടി ഉണ്ടോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും എനിക്ക്. പക്ഷേ ഈ ഒരു ദിവസം ഇട്ടതെന്തോ വെർത്തായി തോന്നി എനിക്ക്, കാരണം അത്രയും തണുപ്പുണ്ടായി. അന്നേരം പിന്നെ അത് ഇട്ടിട്ട് തന്നെയാണ് ഞാൻ. അതുകൊണ്ട് കുറച്ച് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിട്ട് അങ്ങനെ നടന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഇതുപോലെ ഒരു ഒട്ടകത്തിൻ്റെ മുകളിൽ കയറാനല്ലേ അനുവിൻ്റെ ധൈര്യം കൊണ്ട് ആദ്യം നല്ല ധൈര്യം ഉണ്ടായിനി. പിന്നെ അജയേട്ടൻ ഈ പറഞ്ഞ കണക്ക് നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. അങ്ങനെ ആദ്യം പുറകിൽ കയറി. അങ്ങനെ അവർ രണ്ടാളും കൂടി ചെറുതായിട്ടൊരു ഒട്ടക സവാരി നടത്തിയിട്ടാണ്. അനുവിൻ്റെ അതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ പേടിയുണ്ട്. ഇപ്പം വീഡിയോ എടുക്കുന്ന സമയത്ത് ആദ്യമെല്ലാം നല്ല ഷോ ആയിരുന്നു. എൻ്റെ ഷോർട്സ് കണ്ടിന്യൂ അറിയില്ല. എൻ്റെ ഷോർട്സ് കണ്ടവർക്ക് അത് അറിയാൻ പറ്റും. ആദ്യത്തെല്ലാം നല്ല പേടിയുണ്ടായിന് രണ്ടാക്കും. പിന്നെ സെറ്റായി കേട്ടോ. അപ്പം ഒരു റൗണ്ട് അടിച്ചിട്ട് പിന്നെ അവിടെ തന്നെ അത്രയേ ഉള്ളൂ. ഒരു മാക്സിമം ഒരു 5 മിനിറ്റ്. ഒരാൾക്ക് 20 ദിറംസാണ് വരുന്നത്. രണ്ടാൾക്കും കൂടിയിട്ട് ഒരു 30 ദിറംസാണ് മേടിച്ചിട്ടുണ്ടായത്, രണ്ടാളുള്ളതുകൊണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഒരു വിൻ്റർ ഗാർഡൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് 5 മണിക്ക് ഓപ്പൺ ആവും എന്ന് പറഞ്ഞത്. അന്നേരം നമുക്ക് കയറുമ്പോൾ തന്നെ ഓൾറെഡി അതിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിന്. 5 ദിറംസാണ് കേട്ടോ. പിന്നെ അങ്ങനെ അകത്തേക്ക് കയറുമ്പം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാരിലുണ്ട്. അനുനിയാദിക്ക് ഈ പറഞ്ഞ പോലെ ഏത് വഴി പോകണം, ഇവിടത്തേക്ക് പോകണം ഒന്നും തിരിയുന്നില്ല. കാരണം നന്നായിട്ട് നമുക്കതിൻ്റെ അകത്ത് കയറുമ്പം തന്നെ നമുക്കതൊരു എന്താ പറയുക, ഒരു വിൻ്റർ ഗാർഡൻ പോലെ തന്നെ ഫീൽ ചെയ്യും കേട്ടോ. ഫുൾ വൈറ്റായിട്ട് നിങ്ങൾ ആകാശം കാണുന്നുണ്ടാ, നല്ല മഴക്കാറില്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് ആദ്യമായിട്ടാണ് അത്രയും മഴക്കാറ് കാണുന്നത് ഇവിടെ. എനിക്ക് സത്യം പേടിയുണ്ടേ, കാരണം എനിക്ക് ഇടിയും മിന്നും അങ്ങനെല്ലാം കുറച്ച് പേടിയില്ല കൂട്ടത്തിലാണ്. അന്നേരം ഞാൻ ആലോചിക്കുന്നത്, ഈ ഇടിയും മിന്നും മഴയെല്ലാം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഏത് വഴി ഞാൻ ഇറങ്ങി ഓടും ഇതെല്ലാം ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അന്നേരം അവിടെ കുറേ ഷോപ്പെല്ലാം ഉണ്ട് കേട്ടോ. അന്നേരം ഞാൻ വിചാരിക്കുന്നത് ഏതെങ്കിലും ഷോപ്പ് കയറി വെക്കേണ്ടി വരും, കാരണം എനിക്ക് ഇങ്ങനെ പേടിയാണ്. അന്നേരം അങ്ങനത്തെ ഒരു സീനായിരുന്നു. എനിക്ക് ആകാശം നോക്കുമ്പോൾ തന്നെ പേടിയുണ്ടായത്. കാരണം അങ്ങനെ ഇരുണ്ട് കാർമേഘം മൂടി ഒരു ഫുൾ ആകാശം അങ്ങനെയാണ് ഉണ്ടായതേ. പിന്നെ അനുവാദി അങ്ങോട്ട് ഓടുന്നുണ്ട് ഇങ്ങോട്ട് ഓടുന്നുണ്ട് ഏത് വഴിക്ക്. പിന്നെ അവിടെ കുറച്ച് റൈഡ്സ് എല്ലാം ഉണ്ടായി. പിന്നെ അവിടെ പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ അനുവിനധികം വലിയൊരു മൈൻഡൊന്നും ഇല്ലാണ്ട് കാഴ്ചകളിൽ തന്നെ കണ്ട് നടക്കുന്നുണ്ടായത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഇങ്ങനെ മഞ്ഞ് ആർട്ടിഫിഷ്യലായിട്ട്, ഒറിജിനലല്ല മഞ്ഞല്ല ഇങ്ങനെ ഒരു പത കണക്കില്ല സംഭവം. നല്ല രസമുണ്ട് കേട്ടോ. അത് ശരിക്കും എൻജോയ് ചെയ്യും. പിള്ളേരെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നൊരു ഇതാണേ. അതിങ്ങനെ ഒരു കുറച്ച് സമയം ഗ്യാപ്പിൽ അവരതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം ആ സമയത്ത് എല്ലാ കുട്ടികളും അവിടെ പോയിട്ട് നിൽക്കും. അന്നേരം നമ്മളത് ആദ്യം വരുന്ന സമയത്ത് നമുക്ക് മിസ്സായി. നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടിട്ട് നമുക്ക് അടുത്തേക്ക് പോകുമ്പോൾ അത് സ്റ്റോപ്പായിട്ടുണ്ടായിനി. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം കഴിയുമ്പം അവരതിൻ്റെ പ്ലാനിങ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ 4 പേരും കൂടിയിട്ട് അവിടെ പോയിട്ട് നിന്നുവേ. അവിടെ ഈ ഇരിക്കാനുള്ള സംഭവം സെറ്റപ്പ് എല്ലാം ഉണ്ടായിന് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ദൂരത്ത് കണ്ടില്ലേ ഇങ്ങനെ മഞ്ഞിങ്ങനെ ഇത് വീഴുന്ന കണക്ക് അങ്ങനെയാണ് ഉണ്ടാവല്. അന്നേരം ഇരിക്കാനുള്ള സെറ്റപ്പെല്ലാം ഉള്ളതുകൊണ്ട് അവിടെ പോയിട്ട് കുറച്ച് സമയം ഇരിക്കുക. അന്നേരം അത് റെഡി ആകുമ്പോൾ നമുക്ക് അവിടെ തന്നെ ആയല്ലോ. അങ്ങനെ ഇങ്ങനെ മരം കണക്ക് ഇങ്ങനെ കമിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അതാണ് കേട്ടോ ആടെ സീറ്റ്. ആടെ നമുക്ക് ഇരിക്കാം. അങ്ങനെ പിന്നെ കുറച്ച് സമയം ആകുമ്പോൾ ഓരോരോ കുഞ്ഞുങ്ങളായിട്ട് വരാൻ തുടങ്ങി. ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ പാട്ടെല്ലാം പ്ലേ ചെയ്യാൻ തുടങ്ങും. പിന്നെ അതിന് മുന്നേന്ന് പറഞ്ഞാൽ അവർ ഇതിന് മഴ വരുമോ എന്നുള്ളത് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അവർ അതിൻ്റെ പ്രിപ്പറേഷനെല്ലാം എടുക്കുന്നുണ്ടേ. കാരണം ഈ സ്പീക്കറായാലും ബാക്കിയുള്ള സംഭവങ്ങളായാലും അത് നന്നായിട്ട് അവർ കവർ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറേ സമയം എടുത്തു കേട്ടോ. അനുവാദിക്കൽ നിന്നും അടുത്തു പറയില്ലേ, അതുപോലെ തന്നെ. പിന്നെ ടാബെല്ലാം എടുത്തിട്ട് പിന്നെ ടാബൊന്നായി കുറച്ച് സമയം വീഡിയോ ഗെയിമാ അങ്ങനെ എന്തോ കണ്ടുകൊണ്ടും ഇരിക്കുന്നുണ്ടായിന്. കാരണം ഇവർ ഈ സ്പീക്കറിലും ഫുള്ള് സെറ്റാക്കിയിട്ട് വേണമല്ലോ തുടങ്ങാൻ. ഇടയിൽ നിന്ന് മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാവില്ലേ. അങ്ങനെയൊക്കെ ആയിട്ട് കുറേ സമയം സംഭവം ഒരു 10-20 മിനിറ്റോളം നമ്മളവിടെ ഇരുന്നുവേ. ബാക്ക്ഗ്രൗണ്ടിൽ ക്രിസ്മസിൻ്റെ സോങ്ങെല്ലാം കേട്ടോ വെച്ചിട്ട്. ഞാൻ പിന്നെ അത് ഓണാക്കി കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടുമോ വിചാരിച്ചിട്ടാണ് ഓണാക്കാത്തത്.
കണ്ട ഞാൻ വീണ്ടും വീണ്ടും ആകാശം കാണിക്കുന്നത് എൻ്റെ പേടിയാണ് ഗൈസ്. എനിക്കത് കാണുന്നതനുസരിച്ച് പേടിയാവുന്നു. വീഡിയോയിൽ അത്രത്തോളം നമുക്ക് മനസ്സിലാവുന്നില്ല. കണ്ട എൻ്റെ പുറകുവശത്തെല്ലാം അതിൽ ശരിക്കും മഴക്കാറാണ്, നല്ല മഴമേഘമാണ് ഉണ്ടായതേ. അന്നേരം ഞാനിങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഫുൾ കാൽക്കുലേഷനാണ്. ഈ വഴി ഓടാം, മഴ പെയ്ത് കഴിഞ്ഞാൽ അതുവഴി ഓടാം, ഇതുവഴി ഓടാം എന്നെല്ലാം പറഞ്ഞിട്ട്. അന്നേരം ചെറിയ ഡ്രോപ്പൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ടായി ചെറുതായിട്ട്. എന്നാലും അത്ര വലിയ സീനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ദൈവം സഹായിച്ചിട്ട് അവിടുന്ന് ഇറങ്ങുന്നത് വരെ നമുക്ക് മഴ കിട്ടിയില്ല. പിന്നെ വേറൊരു വഴി പോയി വീണ്ടും ഈ സൈഡിലെ റോട്ടിലേക്ക് വരുമ്പോഴേക്ക് അവിടെ നന്നായിട്ട് മഴ പെയ്തിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം അത്ര കാര്യമായിട്ട് മഴയൊന്നും കിട്ടിയില്ല. ചെറിയൊരു മഴ കിട്ടി, നമ്മൾ മഴ നനയുകയും ചെയ്തിട്ടുണ്ടായിന് വണ്ടി സൈഡാക്കിയിട്ട്. പിന്നെ ഇങ്ങനെ ഞാനോ ചേട്ടനും ഇങ്ങനെ സൈഡിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. അനുവാദി അവരത് സെറ്റാക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ തന്നെ പോയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അന്നേരം അവരിങ്ങനെ പറഞ്ഞു ഒരു 5 മിനിറ്റിനുള്ളിൽ തുടങ്ങും അങ്ങനെ പറയുന്നുണ്ട്. കണ്ട അവർ ഓണാക്കുന്നുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നു രണ്ടുപേരും. കാരണം അവർ കുറച്ച് സമയമായി, അവർക്ക് ഇങ്ങനൊരു മടുപ്പ് വരാൻ തുടങ്ങി. അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, ആ ഒരു കറുപ്പ് കളറിൽ അതിൽ നിന്നാണ് ഈ സംഭവം വരേണ്ടത്. അതിൻ്റെ അടിയിലാണ് സ്പീക്കറിലും വരുന്നത്. അതെല്ലാം അവർ കവർ ചെയ്തുകൊണ്ടുണ്ടായത്, ഫുള്ള് കവർ ചെയ്തിട്ട്. പിന്നെ അനുവാദി ഏത് വഴി എന്ത് ചെയ്യണം, ഇതിപ്പോൾ വന്നിട്ട് ഇവിടെ എത്തുകയും ചെയ്തു, ഇതില്ലത് കൊണ്ട് ഇപ്പോൾ തിരിച്ച് പോകാനും പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. കാരണം അതിനകത്ത് അങ്ങനെ പുറത്തൊന്നും അധികം കളിക്കുന്നതൊന്നും വലിയ താല്പര്യമില്ലാത്ത കേസാണ്. പക്ഷേ ഇത് പിന്നെ കുറച്ച് ഇൻട്രസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി അനുഭവം അല്ലേ, അങ്ങനെ വിചാരിച്ചിട്ടാണ്. കാരണം അവരത് കുറച്ച് നേരത്തെ ദൂരത്ത് നിന്ന് കണ്ടതല്ലാണ്ട് അതിൽ കളിക്കുമ്പോൾ ഒരു രസമല്ലേ പിള്ളേർക്ക്, അത്രല്ലേ വേണ്ടു. പിള്ളേർക്കൊന്നും അല്ല കേട്ടോ, ശരിക്കും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിന്, സത്യം പറയാലോ, നന്നായിട്ട് എൻജോയ് ചെയ്തിന്. അങ്ങനെ കാത്ത് നിന്നിട്ട് അത് അവസാനം സംഭവം സെറ്റായി. പക്ഷെ അനുവാദി ഇത് കണ്ടിട്ടില്ല. കണ്ട ഉടനെ വേഗം ഇടിച്ചിട്ട് പോയി. 2 സൈഡിൽ നിന്ന് ഇത് വരുന്നുണ്ട് കേട്ടോ. ഇത് എവിടെ ഇരുന്ന് കഴിഞ്ഞാലാണ് ഇത് കുറച്ചും കൂടി നന്നായിട്ട് കിട്ടലെന്ന് അനുവാദിക്ക് ഡൗട്ടായി. അന്നേരം അജയുടെ പറയുന്നത് നിങ്ങൾ എഴുന്നേറ്റ് നിന്നോ, കാരണം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത് എല്ലായിടത്തും എത്തും, അവിടെ തന്നെ പോയിട്ട് ഇരിക്കണം എന്നില്ലല്ലോ. അന്നേരം പിന്നെ ഇങ്ങനെ ഇത് പിന്നെയാണ് ഞാനിത് മനസ്സിലാക്കിയത്, ഇത് കയ്യിൽ കൊള്ളുമ്പോൾ ഇതൊരു പത കണക്കില്ലതാണ്. അവരെന്തോ ലിക്വിഡ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു പത കണക്ക് ഇങ്ങനെ വരുന്നതാണേ. അങ്ങനെ സ്മെല്ലോ അങ്ങനത്തെ ഒന്നുമില്ല, സംഭവമൊന്നുമില്ല. നമുക്ക് ദൂരത്ത് നിന്ന് കാണുമ്പോൾ ശരിക്കും ഒരു മഞ്ഞ് വീഴുന്ന പോലെയോ അങ്ങനെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ കാണുമ്പോൾ. അന്നേരം എന്നോട് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വെറ്റർ അങ്ങ് തലയിൽ, ആ ജാക്കറ്റിൻ്റെ ആ സംഭവത്തിൻ്റെത് ആ ക്യാപ്പ് അങ്ങ് ഇട്ടു. കാരണം തലയിലെല്ലാം അറിയാവും, അജയേട്ടൻ്റെ തലയിലെല്ലാം ആവുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നി. അനുവിൻ്റെ അതിൻ്റെ മീട്ടത്തെല്ലാം ആവാൻ തുടങ്ങിയിട്ടാ. ആദ്യം നൈസായിട്ട് തൊപ്പിയെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും അന്നേരം ആ സമയത്ത് വേഗം വെച്ചു. അന്നേരം ഇതിങ്ങനെ പിടിക്കാൻ പോകുന്നതും കുറച്ച് എന്താ പറയുക, രസമുണ്ടോ ചോദിച്ചാൽ നല്ല രസമുണ്ടേ. സംഭവം വലിയ എന്തൊന്ന് ഹൈപ്പ് കൊടുക്കാനോ ഒന്നുമില്ല, എന്നാലും ഒരു വെറൈറ്റി ഫീലല്ലേ ഇതെല്ലാം. കണ്ട നിലത്തെല്ലാം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അജയേട്ടനെല്ലാം ഫുള്ള് ക്രിസ്മസ് പൂപ്പന കളിക്കുക വാൻ തുടങ്ങിയിട്ട് ഫുള്ള് തലക്കെല്ലാം നിറച്ച് വെള്ള കളറാവുന്നുണ്ട്. ഇങ്ങനെ പൊതുവേ പറയില്ലേ, അൺഎക്സ്പെക്റ്റഡായിട്ട് നടക്കുന്ന പ്ലാൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാവില്ലെന്ന്. അതുപോലത്തെ ഒരു സംഭവമാണ് ഇത്. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് പോയൊരു സംഭവമാണ്. പക്ഷേ നമ്മളെല്ലാവരും കൂടി നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനുവിൻ്റെ അതിൻ്റെതായാലും എൻ്റെതായാലും നിങ്ങൾ ആ ഒരു എക്സ്പ്രഷനിലും കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ. അങ്ങനെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്കല്ല, അതിൻ്റെ ഇടയിൽ അടിപൊളിയെല്ലാം പോയിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്താൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ഈ വീഡിയോ ഇത്രയിലും. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.